പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ഈ രാജാവിന് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഈ രാജകുമാരന് സമപ്രായക്കാരായ കുട്ടികൾ ആരും കൊട്ടാരത്തിൽ കളിക്കാനുണ്ടായിരുന്നില്ല. അവൻ ഒറ്റയ്ക്കായിരുന്നു. ഈ ഒറ്റയ്ക്കായ രാജകുമാരൻ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിലെ ഉദ്യാനത്തിനടുത്തുള്ള നദിയുടെ തീരത്ത് പോയിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് അകലെയായിട്ട് സ്ഥിരമായിട്ട് അവൻ്റെ പ്രായത്തിലുള്ള ഒരു ആട്ടിടയൻ വരുന്നത് അവൻ ശ്രദ്ധിച്ചു. പതിയെ പതിയെ അവൻ ഈ ആട്ടിടയനുമായിട്ട് കൂട്ടുകൂടി. ഈ ആട്ടിടയൻ ആട്ടിൻപറ്റത്തെ മേച്ചുകൊണ്ട് നദിയുടെ കരയിലെത്തുകയും അവിടെ ഇരുന്നുകൊണ്ട് ഓടക്കുഴൽ ഊതുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ രാജകുമാരൻ പതുക്കെ നടന്ന് അവൻ്റെ അടുത്ത് ചെല്ലും. ആദ്യമൊക്കെ ഇവർക്ക് പരസ്പരം സംസാരിക്കാൻ വലിയ മടിയായിരുന്നെങ്കിലും പിന്നീട് ഇവർ പതുക്കെ കൂട്ടുകൂടി ഒരുമിച്ച് കളിച്ചു തുടങ്ങി. രാജാവിനും രാജ്ഞിക്കും ഇതറിയാമായിരുന്നു, തങ്ങളുടെ മകൻ ഒരാട്ടിടയനുമായിട്ട് കൂട്ടുകൂടുന്ന കാര്യം. പക്ഷേ അവർക്ക് അതൊരു സന്തോഷകരമായ കാര്യമായിട്ടാണ് തോന്നിയത്. കാരണം മകൻ ഏകാഗിയായിട്ട് വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നാറുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ രാജകൊട്ടാരത്തിൽ അവന് കളിക്കാൻ പറ്റിയ കൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ആട്ടിടയനും രാജകുമാരനും തമ്മിലുള്ള സൗഹൃദം നാൾക്ക് നാൾ ദൃഢമായിട്ട് വന്നു. അവർ എല്ലാ രഹസ്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുകയും ഒരുമിച്ച് കളിച്ച് നടക്കുകയും ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞൊരു ദിവസം രാജകുമാരൻ ആട്ടിടയനോട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഈ നദിക്കരയിലേക്ക് കളിക്കാൻ വരില്ല. കാരണം ഞാൻ ഗുരുകുലത്തിലേക്ക് പോവുകയാണ്. എനിക്ക് വിദ്യാഭ്യാസം തുടങ്ങാറായി. ഇനി എത്ര കാലം കഴിഞ്ഞാണ് വരാൻ പറ്റുന്നതെന്ന് അറിഞ്ഞൂടെ. പക്ഷേ നീ എന്നെ മറക്കരുത്. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, നീയും എന്നെ മറക്കരുത്. നമ്മൾ എത്രയോ കാലമായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കളിച്ച് വളരുകയാണ്. ഭാവിയിൽ നീ രാജാവാകും. അപ്പോൾ നീയാണ് എന്നെ മറന്നു പോകാൻ സാധ്യത. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഏകാന്തതയിൽ എനിക്ക് ഏറ്റവും വലിയ കൂട്ട് നീയായിരുന്നു. നിന്നോളം എന്നെ അറിഞ്ഞ മറ്റാരുമില്ല. അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിന്നെ മറക്കുകയില്ല. രാജാവായി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഓർക്കും, നിന്നെ കാണാൻ വരികയും ചെയ്യും. ഇതും പറഞ്ഞുകൊണ്ട് രാജകുമാരൻ തൻ്റെ ഗുരുകുലത്തിലേക്ക് പഠനത്തിനായിട്ട് പോയി. പക്ഷേ എല്ലാ ദിവസവും ഈ ആട്ടിടയൻ തൻ്റെ ആടുകളെയും മേയിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിനടുത്തുള്ള ഈ നദിക്കരയിൽ വന്നിരിക്കുകയും എന്നെങ്കിലും ഒരു ദിവസം താനിങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കൂട്ടുകാരൻ തന്നെ തേടി വരുന്നത് കാണും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. കാലം കഴിഞ്ഞു പോയി. ആട്ടിടയൻ വളർന്ന ഒരു യുവാവായിട്ട് മാറി. പക്ഷേ പിന്നീട് ഒരിക്കലും അവന് തൻ്റെ രാജകുമാരനെ കാണാൻ പറ്റിയതേയില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ജനങ്ങൾ പരസ്പരം രാജകുമാരൻ്റെ വരവിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടു. ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന രാജകുമാരൻ ഇപ്പോൾ യുവരാജാവാണ്. അവൻ ഭരണകാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാലുവായിട്ട് നോക്കുന്നുണ്ട്. മാത്രമല്ല ഉടനെ അവൻ്റെ വിവാഹവുമാണ്. രാജകുമാരൻ വന്നിട്ട് കുറേ ദിവസമായി എന്ന് ഈ സംസാരത്തിൽ നിന്നാണ് ആട്ടിടയൻ അറിയുന്നത്. അവൻ തന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ എന്ന് ആട്ടിടയന് വിഷമം തോന്നി. പക്ഷേ അപ്പോഴും ആട്ടിടയൻ വിചാരിച്ചു, അവനിപ്പോൾ യുവരാജാവല്ലേ, അവന് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ കാണുമല്ലോ, അതുകൊണ്ടായിരിക്കും എന്നെ കാണാൻ വരാത്തത്. സമയം കിട്ടുമ്പോൾ അവൻ എന്നെ കാണാൻ വരും. പിന്നീട് ആട്ടിടയൻ അറിഞ്ഞത് രാജകുമാരൻ്റെ വിവാഹമാണ് എന്നാണ്. അപ്പോഴും അവൻ വിചാരിച്ചു, രാജകുമാരൻ എന്നെ കാണാൻ വരും, എന്നെ വന്ന് വിവാഹം ക്ഷണിക്കും. നാട്ടിലുള്ള ജനങ്ങളെല്ലാം അവൻ്റെ സുഹൃത്തിൻ്റെ വിവാഹം ആഘോഷിച്ചു. അപ്പോഴും തന്നെ തൻ്റെ സുഹൃത്ത് കാണാൻ വരും എന്ന് പ്രതീക്ഷിച്ച് ആട്ടിടയൻ കാത്തിരുന്നു. പക്ഷേ രാജകുമാരൻ വന്നതേയില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ വിചാരിച്ചു, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കൂട്ടുകാരൻ തിരക്ക് കാരണം വരാം എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. അവൻ കരുതുന്നുണ്ടായിരിക്കും, ഇത്രയായിട്ടും ഞാൻ അവനെ ഒന്ന് കാണാൻ ചെന്നില്ലല്ലോ എന്ന്. അവൻ്റെ തിരക്ക് മനസ്സിലാക്കി ഞാനല്ലായിരുന്നു അവനെ കാണാൻ ചെല്ലേണ്ടിയിരുന്നത്. ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ആട്ടിടയൻ കാട്ടിൽ നിന്ന് കുറേ പൂക്കളൊക്കെ പറിച്ചെടുത്ത് തൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയിട്ട് പോയി. അന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇത് ഈ ആട്ടിടയൻ അറിഞ്ഞില്ല. അന്ന് രാജകുമാരൻ്റെ കിരീടധാരണ ദിവസമായിരുന്നു. അന്നായിരുന്നു അദ്ദേഹത്തിനെ പുതിയ രാജാവായിട്ട് വാഴിക്കുന്നത്. കൊട്ടാരത്തിൻ്റെ പരിസര പ്രദേശത്ത് ചെന്നപ്പോഴാണ് ആട്ടിടയൻ അറിഞ്ഞത്. അപ്പോൾ അവൻ വിചാരിച്ചു, നല്ല കാര്യമായല്ലോ ഇന്ന് വന്നത്. ഇത്ര വലിയൊരു കാര്യം നടക്കുന്ന ദിവസം എനിക്ക് വരാൻ പറ്റിയല്ലോ. അവൻ പൂക്കളുമായിട്ട് രാജകൊട്ടാരത്തിനടുത്തേക്ക് ചെന്നെങ്കിലും അവന് യുവരാജാവിനെ ദൂരെ നിന്നേ കാണാൻ പറ്റുള്ളൂ. കാരണം വലിയ തിരക്കായിരുന്നു. തൻ്റെ കൂട്ടുകാരൻ രാജാവായി മാറുന്നത് ആ ഇടയൻ ദൂരെ നിന്ന് സന്തോഷത്തോടെ കണ്ടു. അതിനുശേഷം രാജാവ് ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയ ഘോഷയാത്രയായിട്ട് വീതിയിലൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയൻ തിരക്കിലൂടെ തള്ളി ചെന്ന് മുന്നിൽ കയറി നിന്നു. വഴിയിലൂടെ നടന്നു വരുന്ന തൻ്റെ കൂട്ടുകാരൻ തന്നെ കാണുമെന്നും തന്നെ വിളിക്കുമെന്നും സംസാരിക്കുമെന്നും ഒക്കെ അവൻ കരുതി. കുറച്ച് ദൂരെ നിന്ന് തിരക്കിലൂടെ തള്ളി മുന്നിലേക്ക് വരുന്ന തൻ്റെ സുഹൃത്തിനെ രാജാവ് കണ്ടു. അത് ഇടയനാണ് എന്ന് രാജാവിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ രാജാവ് മനസ്സിൽ വിചാരിച്ചു, പഴയ സൗഹൃദം വെച്ചുകൊണ്ട്
ഇയാൾ എന്തോ ആവശ്യം നേടാൻ വേണ്ടി വരുന്നതായിരിക്കണം. അല്ലെങ്കിൽ ഇത്ര തിരക്കിട്ട ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ മുന്നോട്ട് തള്ളി വരികയില്ല. അയാളുടെ അടുത്തൂടെ ചെല്ലുമ്പോൾ അയാളെ നോക്കുകയോ അയാളോട് സംസാരിക്കുകയോ ചെയ്താൽ അത് അബദ്ധമാവും. ഞാനിന്ന് ആദ്യമായിട്ട് സ്ഥാനമേറ്റ ദിവസമാണ്. ഇന്ന് തന്നെ എൻ്റെ സ്വന്തം ആൾക്കാരോട് പരിഗണന കാണിക്കുന്ന ആളാണ് ഞാൻ എന്ന പേര് എനിക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അയാളെ ഗൗനിക്കാനേ പോകുന്നില്ല. ഇതൊക്കെ വിചാരിച്ചുകൊണ്ട് രാജാവ് തെരുവിലൂടെ മുന്നോട്ട് നടന്നു. രാജാവ് അടുത്തെത്തിയപ്പോൾ കൂട്ടുകാരനായ ഇടയൻ കൂട്ടുകാരാ എന്ന് ഉറക്കെ വിളിച്ചു. പക്ഷെ രാജാവ് അയാളെ നോക്കിയതേയില്ല. തിരക്കിലൂടെ ആ പൂക്കളുമായിട്ട് കൂട്ടുകാരൻ കുറച്ചു ദൂരം രാജാവിനൊപ്പം നടന്നു. പക്ഷേ രാജാവ് അയാളെ ഗൗനിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന രാജഭടന്മാർക്ക് ഇതൊരു ശല്യമായിട്ട് തോന്നി. അവർ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളുമായിട്ട് ഈ ആട്ടിടയൻ്റെ മേലെ ചാടി വീഴുകയും അയാളെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇതൊന്നും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുവെന്ന് ഭാവിക്കാതെ രാജാവ് മുന്നോട്ട് നടന്നുപോയി. വളരെ ദുഃഖിതനായ ഇടയൻ കുറേ അടിയൊക്കെ കൊണ്ടെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ കുടിലിലേക്ക് തിരിച്ചുപോയി. ഇനി ഒരിക്കലും ഈ രാജകൊട്ടാരത്തിൻ്റെ നിഴലിൽ പോലും താൻ വരികയില്ല എന്ന് അയാൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു. രാജാവിനാണെങ്കിൽ കൊട്ടാരത്തിൽ ചെന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് സന്ദർശകരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണാനുണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു കൂടിയാലോചന യോഗമുണ്ടായിരുന്നു. രാജാവ് അതിലും പങ്കെടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് തൻ്റെ ഉറക്കറയിൽ ചെന്ന് കിടന്നപ്പോൾ രാജാവ് പെട്ടെന്ന് തൻ്റെ സുഹൃത്തിനെ ഓർത്തു. അവൻ തൻ്റെ പിന്നാലെ ഓടി വരുന്നത്, അവൻ്റെ കയ്യിലെ പൂക്കൾ, അവൻ കൂട്ടുകാരാ എന്ന് വിളിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഒരുപക്ഷെ അവൻ ആത്മാർത്ഥമായിട്ട് തന്നെ കാണാൻ വന്നതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ താൻ ചെയ്തത് തെറ്റായി പോയില്ലേ എന്ന് രാജാവിന് തോന്നി. എത്രയോ കാലം അവൻ തൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നതാണ്. അവനെ താൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. അന്നത്തെ സ്വഭാവമുള്ളവനാണ് അവൻ ഇപ്പോഴുമെങ്കിൽ അവൻ ഒരിക്കലും അവൻ്റെ കാര്യത്തിന് വേണ്ടി തന്നെ കാണാൻ വരികയില്ല. താനുമായുള്ള സൗഹൃദം അവൻ ഒരു സ്വാർത്ഥ കാര്യത്തിന് ഉപയോഗിക്കുകയില്ല. അവൻ്റെ സ്വഭാവം മാറിയെങ്കിൽ അവൻ ചിലപ്പോൾ അവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും തന്നെ കാണാൻ വന്നത്. പക്ഷെ അപ്പോഴും തനിക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് വേണമെങ്കിൽ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമായിരുന്നു. ഇതൊക്കെ ഓർത്ത് രാജാവിന് ഉറക്കം വന്നതേയില്ല. അദ്ദേഹം കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഈ രാജാവിൻ്റെ ഭാര്യയുടെ പേര് കനകമാല എന്നായിരുന്നു. കനകമാല എന്നു പേരായ രാജ്ഞി രാജാവിൻ്റെ ഈ ദുഃഖം ശ്രദ്ധിക്കുകയും എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ രാജാവ് കനകമാലയോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയും എഴുന്നേറ്റ് മുറിയിൽ ഉലാത്തുകയും ഒക്കെ ചെയ്തു. അങ്ങനെ എപ്പോഴോ അദ്ദേഹം ഉറങ്ങിപ്പോയി. രാവിലെ ഉറക്കമുണരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹമാസകലം ചെറിയ ചെറിയ സൂചികൾ തറഞ്ഞിരിക്കുന്നത് കണ്ടു. രാജാവ് വല്ലാതെ പേടിച്ചുപോയി. അദ്ദേഹം ഉടൻ തന്നെ ഭാര്യയെ വിളിച്ചു. ഈ കാഴ്ച കണ്ട രാജ്ഞിയും ആകെ അമ്പരന്നുപോയി. രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, തൽക്കാലം നീ കാര്യം ആരോടും പറയണ്ട. നീ പതുക്കെ ഓരോ സൂചിയായിട്ട് ഒന്ന് ഊരിയെടുക്കാൻ നോക്കൂ. രാജ്ഞി പറഞ്ഞു, ശരി, ഞാൻ ഉടൻ തന്നെ അത് ചെയ്യാം. അങ്ങ് അനങ്ങാതെ കിടന്നു തന്നാൽ മതി. ഓരോ സൂചിയായിട്ട് ഞാൻ പതുക്കെ ഊരിയെടുക്കാം. അങ്ങനെ രാജ്ഞി രാജാവിനെ പതുക്കെ പിടിച്ച് കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കൈവെള്ളയിൽ തറച്ചിരുന്ന ഒരു സൂചി പതുക്കെ ഊരിയെടുത്തു. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഒരു സൂചി ഊരുമ്പോൾ 2-3 സൂചികൾ പകരം അതേ സ്ഥാനത്ത് വന്ന് തറയ്ക്കും. ഊരുന്ന അനുസരിച്ച് സൂചികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. രാജാവിനാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കവയ്യാതായി. അദ്ദേഹം ഉറക്കം നിലവിളിക്കാൻ തുടങ്ങി. മാത്രമല്ല സൂചികളുടെ എണ്ണം കൂടി വരുന്ന അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കണ്ണ് തുറക്കാൻ പറ്റാതെയുമായി. കണ്ണിൻ്റെ പോളയുടെ മുകളിൽ പോലും സൂചികൾ തറഞ്ഞിരിക്കുകയാണ്. കണ്ണടച്ച് കിടന്നുകൊണ്ട് രാജാവ് നിലവിളിച്ചു തുടങ്ങി. രാജ്ഞി തന്നെ കൊണ്ട് കഴിയുന്നത്രയും സൂചികൾ ഊരിയെടുത്തെങ്കിലും പിന്നെയും സൂചികൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വന്ന് നിറഞ്ഞുകൊണ്ടേയിരുന്നു. അതോടെ രാജാവിൻ്റെ ഈ ദുസ്ഥിതിയെപ്പറ്റി നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഒരുപാട് വൈദ്യന്മാർ വന്നു. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും രാജാവിൻ്റെ ദുസ്ഥിതിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. ദിവസം തോറും രാജാവിൻ്റെ ദേഹത്ത് തറഞ്ഞിരിക്കുന്ന സൂചികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. തൻ്റെ ഭർത്താവിൻ്റെ വേദന കണ്ട് സഹിക്കവയ്യാതെ കനകമാല രാജ്ഞി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മാറാതെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും തന്നാലാവുന്ന വിധം സൂചികൾ പറിച്ച് കളയുകയും ചെയ്തു. പക്ഷേ എത്ര പറിച്ചു കളഞ്ഞാലും വീണ്ടും സൂചികൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. രാജാവിനെ ജനങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഓരോരുത്തരും വന്ന് രാജ്ഞിയെ സഹായിച്ചു. രാജാവിൻ്റെ ദേഹത്ത് നിന്ന് സൂചികൾ ഊരിയെടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ സൂചികൾ ഊരി രാജകൊട്ടാരത്തിലെ മുറികൾ സൂചികൾ കൊണ്ട് നിറഞ്ഞെങ്കിലും
രാജാവിൻ്റെ മുഖത്തെയും ദേഹത്തെയും സൂചികളുടെ എണ്ണത്തിന് കുറവൊന്നും ഉണ്ടായില്ല. കണ്ണു തുറക്കാൻ വയ്യാതെ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്ന് കിടക്കാൻ വയ്യാതെ രാജാവ് വല്ലാതെ വിഷമിച്ചു. രാജ്ഞിയാണെങ്കിൽ രാജാവിൻ്റെ അടുത്ത് നിന്ന് മാറാതെ ശുശ്രൂഷിച്ച് വല്ലാതെ തളർന്നും പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് രാജ്ഞിയോട് പറഞ്ഞു, നീ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ മാറാതെ ഇരുന്നത് കൊണ്ട് ഈ ദുസ്ഥിതിക്ക് ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല. നീ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് എനിക്കറിയാം. എനിക്ക് കാണാൻ വയ്യെങ്കിലും നിൻ്റെ ശബ്ദം കൊണ്ടും നിൻ്റെ പെരുമാറ്റം കൊണ്ടും നീ വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ കിടപ്പിലാവും. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നീ കുറച്ച് നേരമെങ്കിലും ഒന്ന് വിശ്രമിക്കണം. അപ്പോൾ രാജ്ഞി പറഞ്ഞു, അങ്ങനെ പറയരുത്. ഞാൻ അങ്ങയുടെ അടുത്തുനിന്ന് മാറിയാൽ അങ്ങ് വേദന കൊണ്ട് കരയുന്നത് ഓർത്തിട്ട് എനിക്ക് പിന്നെയും ദുഃഖമേ ഉണ്ടാവുകയുള്ളൂ. വേദന പങ്കിട്ടെടുക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ലെങ്കിലും അങ്ങയുടെ ദുഃഖത്തിൽ പങ്കുചേരാനെങ്കിലും എന്നെ അനുവദിക്കണം. അപ്പോൾ രാജാവ് പറഞ്ഞു, പക്ഷേ നീ കുറച്ച് നേരമെങ്കിലും ഒന്ന് വിശ്രമിച്ചില്ലെങ്കിൽ നീ തളർന്നു പോകും, നീ വീണു പോകും. നീ വീണു പോയാൽ പിന്നെ എന്നെ ആര് ശുശ്രൂഷിക്കും? അതുകൊണ്ട് കുറച്ച് നേരത്തേക്കെങ്കിലും നീ ഒന്ന് വിശ്രമിച്ചേ പറ്റൂ. അങ്ങനെ രാജാവിന് നിർബന്ധം സഹിക്കാൻ വയ്യാതെ രാജ്ഞി രാജാവിനെ പരിചാരകരെ ഏൽപ്പിച്ചിട്ട് കുറച്ച് നേരം പുറത്തേക്ക് പോയി. പുറത്തിറങ്ങി രാജ്ഞി ഉദ്യാനത്തിലൂടെ കുറച്ച് ദൂരം നടന്നു. അപ്പോൾ കുറച്ച് ദൂരെയായിട്ട് നദി വെട്ടിത്തിളങ്ങുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ നദിയിൽ പോയി ഒന്ന് കുളിക്കാം എന്ന് രാജ്ഞി കരുതി നദിയുടെ നേരെ നടന്നപ്പോൾ വഴിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് കണ്ടു. അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജ്ഞി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാനൊരു അനാഥയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം എന്ന് കരുതി വന്നതാണ്. പക്ഷേ ഈ കൊട്ടാരത്തിലെ എല്ലാവരും രാജാവിൻ്റെ ദുസ്ഥിതിയിൽ വിഷമിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ജോലി ചെന്ന് ഞാൻ ആരോട് ചോദിക്കും? എല്ലാവരും ദുഃഖിതരാണ്. ഇപ്പോൾ എനിക്ക് രാജ്ഞിയെ തന്നെ കണ്ടു കിട്ടിയല്ലോ, എന്നെ സഹായിക്കണേ. അപ്പോൾ രാജ്ഞി ചോദിച്ചു, നിനക്കെന്നെ രാജാവിൻ്റെ ദേഹത്ത് നിന്ന് സൂചി വലിച്ചൂരാൻ സഹായിക്കാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ എൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതിനെന്താ, ഞാൻ അങ്ങയുടെ കൂടെ നിന്ന് രാജാവിൻ്റെ ദേഹത്തെ സൂചികൾ ഊരാൻ സഹായിക്കാം. അപ്പോൾ രാജ്ഞി പറഞ്ഞു, ഞാനിപ്പോൾ കുളിക്കാൻ പോവാണ്, നീ എൻ്റെ കൂടെ നദിയുടെ കരയിൽ വരെ വരൂ, എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് രാജകൊട്ടാരത്തിലേക്ക് പോകാം. അങ്ങനെ ഈ സ്ത്രീയെയും കൂട്ടി ഈ രാജ്ഞി നദിയുടെ കരയിൽ ചെന്നു. തൻ്റെ രാജകീയ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് കരയിൽ വെച്ചിട്ട് രാജ്ഞി നദിയിലിറങ്ങി മുങ്ങി. നന്നായി ഒന്ന് കുളിച്ച് കഴിയുമ്പോഴേക്കും കരയിൽ നിന്ന് ആരോ ഉറക്കെ സംസാരിക്കുന്നത് കേട്ടു. ഇതെന്തൊരു കുളിയാണ്, വേഗം കയറി വരൂ, എന്തെല്ലാം ജോലിയുണ്ട് കൊട്ടാരത്തിൽ നിന്നറിയാമോ? രാജ്ഞി അമ്പരന്ന് നോക്കുമ്പോൾ തൻ്റെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ധരിച്ച് ആ സ്ത്രീ കരയിൽ നിൽക്കുകയാണ്. അവർ രാജ്ഞിയാണ് ശകാരിക്കുന്നത്. രാജ്ഞി അമ്പരന്ന് പോയി. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ കുറേ കാലമായിട്ട് ഒരു രാജ്ഞിയാകണം എന്ന ആഗ്രഹത്തിൽ നടക്കുകയായിരുന്നു. ഇന്ന് എനിക്ക് അതിനുള്ള അവസരം കിട്ടി. എനിക്കറിയാം നീ എപ്പോഴും മൂടുപടമിട്ട് നടക്കുന്നത് കൊണ്ട് നിന്നെ രാജകൊട്ടാരത്തിലുള്ളവരാരും കണ്ടിട്ടില്ല എന്ന്. അത് സത്യവുമായിരുന്നു. ഈ രാജ്ഞിയുടെ മുഖം രാജകൊട്ടാരത്തിലുള്ളവരാരും കണ്ടിരുന്നില്ല. രാജാവ് കണ്ടിട്ടുണ്ട്, പിന്നെ രാജാവിൻ്റെ മാതാപിതാക്കളും കണ്ടിട്ടുണ്ട്. പക്ഷേ രാജാവിൻ്റെ മാതാപിതാക്കൾ കുറേ കാലമായിട്ട് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. അവർ കൊട്ടാരത്തിലില്ല. പിന്നെ രാജ്ഞിയെ കണ്ടിട്ടുള്ള ഒരേ ഒരാൾ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് മുകളിൽ സൂചി തറച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കണ്ണ് തുറക്കാനും വയ്യ. എന്തായാലും മറ്റു മാർഗമൊന്നുമില്ലാതെ രാജ്ഞി കരയിൽ കയറി ഈ സ്ത്രീയുടെ വില കുറഞ്ഞ വസ്ത്രങ്ങളെടുത്ത് ധരിക്കുകയും ഒരു ദാസിയായിട്ട് അവരുടെ പിന്നാലെ കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. കൊട്ടാരത്തിൽ ചെന്ന് രാജാവിൻ്റെ മുറിയിലേക്ക് കയറാൻ ചെന്നപ്പോൾ ആ സ്ത്രീ രാജാവിൻ്റെ മുറി പുറത്തു നിന്ന് അടച്ചിരിക്കുന്നു. അവർ രാജ്ഞി യാതൊരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടുകയില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ശബ്ദം കേട്ട് രാജാവ് ആൾ മാറിയത് തിരിച്ചറിയും. രാജ്ഞി ഈ കഥ രാജാവിനോട് പറയുകയും രാജാവ് തൻ്റെ സേവകരോട് കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നെ പുറത്താക്കുകയും ചെയ്യും. മറ്റൊന്നുള്ളത്, രാജാവിൻ്റെ അസുഖം മാറുകയാണെങ്കിൽ തനിക്ക് കൊട്ടാരത്തിൽ പിന്നെ സ്ഥാനമില്ല. അതുകൊണ്ട് രാജാവിൻ്റെ അസുഖം മാറണ്ട, രാജാവിനെ ചികിത്സിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ ദേഹത്തെ സൂചികൾ നീക്കണ്ട എന്ന് തന്നെയായിരുന്നു ഈ സ്ത്രീയുടെ വിചാരം. അവർ യഥാർത്ഥ രാജ്ഞിയോട് കൊട്ടാരത്തിലെ മറ്റു ജോലികൾ ചെയ്താൽ മതി, മേലിൽ രാജാവിൻ്റെ മുറിയിലേക്ക് കയറുകയേ വേണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല മറ്റാരെയും രാജാവിൻ്റെ മുറിയിലേക്ക് കടത്തിവിടാൻ അവർ സമ്മതിച്ചതുമില്ല. രാജാവിൻ്റെ മുറി പുറത്തുനിന്ന് പൂട്ടി അവർ 2 കാവൽക്കാരെ അവിടെ നിർത്തി. ആരെയും അകത്തേക്ക് കടത്തിവിടരുത് എന്ന് പ്രത്യേകം ആജ്ഞയും കൊടുത്തു. അങ്ങനെ യഥാർത്ഥത്തിലുള്ള രാജ്ഞിക്ക് യാതൊരു കാരണവശാലും രാജാവിനെ കാണാൻ ഒരവസരവും കിട്ടിയില്ല. അവരിതിൽ വളരെ ദുഃഖിതയായി. രാജ്ഞിയുടെ വേഷം ധരിച്ച കപട വേഷക്കാരിയായ സ്ത്രീയാണെങ്കിൽ യഥാർത്ഥ രാജ്ഞിയെ കൊണ്ട് വളരെ കഠിനമായി ജോലി ചെയ്യിപ്പിച്ച് ക്രൂരമായിട്ട് പെരുമാറുകയും കഠിനമായി പണി ചെയ്യിപ്പിക്കുകയും ചെയ്താൽ ഇവരിവിടെ ഓടിപ്പോയിക്കൊള്ളും എന്നായിരുന്നു
ഈ സ്ത്രീയുടെ വിചാരം. എന്നാൽ തന്നെ ഭർത്താവിനെ വിട്ടിട്ട് താൻ മറ്റെങ്ങും പോവുകയില്ലെന്നും എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരു മാർഗം കണ്ടുപിടിക്കണമെന്ന് ഉറച്ചിട്ട് രാജ്ഞി എപ്പോഴും തൻ്റെ ഒരു കണ്ണ് തൻ്റെ രാജാവിൻ്റെ മുറിയിൽ തന്നെ അർപ്പിച്ചുകൊണ്ടിരുന്നു. എന്ത് ജോലി ചെയ്താലും അവരുടെ ശ്രദ്ധ എപ്പോഴും രാജാവിൻ്റെ മുറിയിലായിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം പിടിപ്പത് പണിയുണ്ടായിരുന്ന ഈ രാജ്ഞി വളരെ ക്ഷീണിച്ചു പോയി. അന്ന് അവരെ കൊണ്ട് അന്തഃപുരത്തിന് തറ മുഴുവൻ ഈ പുതിയ രാജ്ഞി തുടപ്പിച്ചു. തറ തുടപ്പിക്കുക മാത്രമല്ല, ഒരുപാട് വസ്ത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നത് നദിയിൽ കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വരാനും പറഞ്ഞു. അങ്ങനെ ഈ വസ്ത്രങ്ങളുമായിട്ട് രാജ്ഞി നദിയുടെ കരയിലെത്തി. അവിടെ ഇരുന്ന് തുണി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഒരാട്ടിടയൻ ആടുകളെ മേയ്ക്കുന്നത് കണ്ടു. മാത്രമല്ല അയാൾ അവിടെ വന്നിരുന്ന് ഓടക്കുഴൽ വായിക്കുകയും ചെയ്തു. ഓടക്കുഴൽ വായിച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അയാൾ രാജകൊട്ടാരത്തിന് നേരെ നോക്കി വളരെ ദുഃഖത്തോടെ ഇരിക്കുന്നത് ഈ രാജ്ഞി കണ്ടു. അപ്പോൾ രാജ്ഞി പതുക്കെ അയാളുടെ അടുത്ത് ചെന്ന് എന്തുകൊണ്ടാണ് കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ ദുഃഖത്തോടെ നോക്കുന്നത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് സുഖമില്ലാതെ കിടക്കുകയാണ്, അത് ഓർത്തിട്ടാണ് എനിക്ക് ഇത്രയധികം ദുഃഖം. അപ്പോൾ രാജ്ഞി ചോദിച്ചു, ആരാണ് നിങ്ങളുടെ സുഹൃത്ത്? ഇത് രാജ്ഞിയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഈ ആട്ടിടയൻ തൻ്റെ കാര്യങ്ങളെല്ലാം ഈ സ്ത്രീയോട് പറഞ്ഞു. ഇപ്പോഴത്തെ രാജാവ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അവന് സുഖമില്ല എന്നറിഞ്ഞിട്ട് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്, പക്ഷേ എനിക്ക് സഹായിക്കാൻ യാതൊരു മാർഗവുമില്ല. അപ്പോൾ രാജ്ഞി തൻ്റെ കഥ ഈ ആട്ടിടയനോടും പറഞ്ഞു. ആട്ടിടയൻ ഇവരെ സഹായിക്കാമെന്ന് ഏറ്റു. അന്ന് രാത്രി ആട്ടിടയൻ പതുക്കെ കൊട്ടാരത്തിനടുത്തെത്തുകയും കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് മട്ടിപ്പാവിലൂടെ രാജാവിൻ്റെ മുറിക്കടുത്തെത്തുകയും ജനാലയുടെ കമ്പികൾ വളച്ച് രാജാവിൻ്റെ മുറിയിൽ പ്രവേശിക്കുകയും ചെയ്തു. വളരെ വിദഗ്ധമായിട്ട് അയാളൊരു നൂലെടുത്ത് എല്ലാ സൂചികളുടെയും ഉള്ളിലൂടെ കടത്തി ഒരു വലിയ മാല പോലെയാക്കിയിട്ട് പ്രാർത്ഥനയോടെ വലിച്ചു. അതോടെ ആ സൂചികളെല്ലാം ഒറ്റയടിക്ക് പറഞ്ഞു പോന്നു. പിന്നീട് ഒറ്റ സൂചി പോലും രാജാവിൻ്റെ ദേഹത്തേക്ക് പുതുതായിട്ട് വന്നതുമില്ല. രാജാവ് കണ്ണു തുറന്നപ്പോൾ തൻ്റെ സുഹൃത്ത് അവിടെ ഇരിക്കുന്നത് കണ്ടു. രാജാവ് ചോദിച്ചു, നിൻ്റെ ശാപം കൊണ്ടാണോ എനിക്കിങ്ങനെ സംഭവിച്ചത്? സുഹൃത്ത് പറഞ്ഞു, ഒരിക്കലുമല്ല, പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോൾ നിന്നെ ഓർത്ത് ഒരുപാട് ദുഃഖിച്ചിരുന്നു. നീയും ഒരുപക്ഷെ എന്നെ ഓർത്ത് ദുഃഖിച്ചിരിക്കണം. അപ്പോൾ നിൻ്റെ ഉപബോധ മനസ്സ് തന്നെ നിനക്ക് തന്നൊരു ശിക്ഷയായിരിക്കണം ഈ സൂചികൾ. എന്തായാലും അതിപ്പോൾ പോയല്ലോ. രാജാവ് ചോദിച്ചു, എന്താ എൻ്റെ മുറി ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? നീ എൻ്റെ ജനലിൻ്റെ കമ്പികൾ എന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്? ആട്ടിടയൻ പറഞ്ഞു, ഞാൻ ജനാലയിലൂടെയാണ് വന്നത്, നിൻ്റെ ഭാര്യ എന്നെ ജനാലയിലൂടെ ഒളിച്ചു കടത്തിയതാണ്. അതിനുശേഷം അയാൾ കനകമാല രാജ്ഞിക്ക് എന്തു പറ്റിയെന്നും രാജാവിനോട് വെളിപ്പെടുത്തി. രോഷാകുലനായ രാജാവ് ഉടൻ തന്നെ മുറി തുറന്ന് പുറത്തിറങ്ങുകയും അവിടെ കാവൽ നിന്ന ഭടന്മാരോട് രാജ്ഞിയായിട്ട് ചമഞ്ഞടക്കുന്ന കപട വേഷക്കാരിയെ പിടിച്ചു കെട്ടാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. രാജാവ് ഉചിതമായ ശിക്ഷ കൊടുത്തു. തൻ്റെ സുഹൃത്തിനെ ആലിംഗനം ചെയ്ത രാജാവ് അവനോട് കൊട്ടാരത്തിൽ തന്നെ താമസിക്കാൻ പറഞ്ഞെങ്കിലും അവൻ തൻ്റെ കുടിലിലേക്ക് തന്നെ തിരിച്ചുപോയി. അവന് രാജാവുമായുള്ള സൗഹൃദം കൊണ്ട് ഒരു ഭൗതിക നേട്ടം ഉണ്ടാക്കാനും താല്പര്യമുണ്ടായിരുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊഴിഞ്ഞ് രാജാവ് നദിക്കരയിലേക്ക് പോവുകയും തൻ്റെ കൂട്ടുകാരനോടൊപ്പം സമയം പങ്കിടുകയും ചെയ്തു. ഇതാണ് രാജാവിൻ്റെയും ആട്ടിടയൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.